ബിജെപിയെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഒന്നിച്ചവരുടെ സ്ഥിതി ഇന്ന് വളരെ പരിതാപകരമാണ്. കഴിഞ്ഞ തവണയൊക്കെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ചവർക്ക് ഇന്ന് സ്വന്തം ചിഹ്നം ഭാരമായിരിക്കുന്നു. സ്വന്തം ചിഹ്നം ഇന്ന് ഉപേക്ഷിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എനിക്കുറപ്പുണ്ട്, കാറടുക്കയില് ജനങ്ങള് ഇത്തവണ നല്ല ഒന്നാന്തര ശിക്ഷയായിരിക്കും ഈ കോമാലി സഖ്യത്തിനിവിടെ നൽകുന്നത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. കോൺഗ്രസ് മാർക്സിസ്റ്റ് ലീഗ് സഖ്യത്തിന് ചുട്ട മറുപടി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകും. 2010 നമ്മുടെ തൊട്ടടുത്ത വെള്ളൂരിൽ ഇങ്ങനെ ആയിരുന്നു. അന്ന് ഉപേക്ഷിച്ച് ചിഹ്നമൊക്കെ ഉപേക്ഷിച്ച് ഒരു ജീപ്പുമായിട്ട് വോട്ടിയവരാ ലീഗുകാരും കോൺഗ്രസുകാരും മാർക്സിസ്റ്റ് പാർട്ടി. അന്ന് BJPയെ തടയിടാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ 2015 വെള്ളൂർ പഞ്ചായത്തിൽ, നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തിൽ, അവിടുത്തെ ജനം അന്ന് ജീപ്പ് ഓട്ടിയവരെ ഓടിച്ച് അവരുടെ ജീപ്പ് പഞ്ചറായി ഭാരതീയ ജനതാ പാർട്ടി അവിടെ വൻ ഭൂരിപക്ഷത്തോടെ വെള്ളൂരിൽ 15 വീണ്ടും വന്നിട്ടുണ്ട്. അതുപോലെ ഒരു വിധിയായിരിക്കും ഈ കാറടുക്കയിൽ വരുന്നത്. അണിയറയിൽ ഇപ്പൊ കച്ചവടം നല്ല രീതിയിൽ പൊടിപൊടിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലീഗും CPM-ഉം കോൺഗ്രസും കച്ചവടം. പ്രിയമുള്ളവരെ, ഈ കച്ചവട രാഷ്ട്രീയത്തെ അവസാനിപ്പിക്കണം. ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ അവസാനിപ്പിക്കണം. കോൺഗ്രസിലെ ആത്മാഭിമാനം ലീഗ് ഹൗസിന്റെ ആ ഏണിപ്പടിക്കലിൽ പണയം വെക്കാത്ത കോൺഗ്രസുകാരോട് പറയാനുള്ളത്, സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസുകാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇത്രയും കാലം കോൺഗ്രസിലെ ഏണി ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന നിങ്ങളുടെ സ്ഥിതി, കോൺഗ്രസുകാർ ഏണി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ആ ഏണി ചിഹ്നത്തിൽ വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഏണികളുടെ പടി ചവിട്ടി മുസ്ലിം ലീഗ് കയറിപ്പോയപ്പോൾ സ്വന്തം പാർട്ടി കോൺഗ്രസ് ലീഗിന് വോട്ട് ചെയ്തെടുത്ത് ആ ലീഗ് കോൺഗ്രസിനെ ചവിട്ടിത്താത്തിട്ടുണ്ട്. അതേ ഏണി പടിക്കൽ നിന്ന് താഴെത്താക്കിയ കാഴ്ചയാണ് കാസർഗോഡ് ജില്ലയിൽ കോൺഗ്രസിന് അനുഭവിച്ചത്. ചെങ്കളയിൽ ആരായിരുന്നു പ്രസിഡന്റ് നേരത്തെ? രാമകൃഷ്ണ റാവു. കോൺഗ്രസ് ആരാ പിടിച്ചെടുത്തത്? മുസ്ലിം ലീഗ്. മഞ്ചേശ്വരത്ത് ആരായിരുന്നു? കുമ്പളയിൽ ആരായിരുന്നു? കാസർഗോഡ് ആരായിരുന്നു? നഗരസഭയില്. തൃക്കരിപ്പൂരിൽ ആരായിരുന്നു? കാഞ്ഞങ്ങാട് ആരായിരുന്നു? ഉദുമയിൽ ആരായിരുന്നു? ചെമ്മണനാട്ടിലായിരുന്നു. എല്ലാം കോൺഗ്രസ് ആയിരുന്നു. ആരാ പിടിച്ചെടുത്തത്? CPM-ഉം BJP-യും പിടിച്ചെടുത്തതിനേക്കാൾ കോൺഗ്രസിന്റെ അധികാര സ്ഥാനങ്ങൾ പിടിച്ചെടുത്തത് മുസ്ലിം ലീഗാണ്. അവസാനമായിട്ട് ഇപ്പൊ പഞ്ചായത്ത് മാത്രമല്ല, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഇത് മാത്രമല്ല, സഹകരണ മേഖല. നമ്മുടെ തൊട്ടടുത്ത എടനീരിലൊരു ബാങ്ക് ഉണ്ടല്ലോ, ബാലകൃഷ്ണ വർക്കോട്ടിലു, ഇക്കാലം അത്രയും പ്രസിഡന്റായിരുന്നു. ബാലകൃഷ്ണ വർക്കോട്ടിലു കോൺഗ്രസിന്റെ നേതാവ്, അവിടുത്തെ പഞ്ചായത്ത് ബാങ്കിന്റെ പ്രസിഡന്റ് മരിച്ച് ചിത എടുക്കുന്നതിന് മുമ്പേ ലീഗിൽ കയറി ആ സ്ഥാനത്ത് പിടിച്ചെടുത്തു. കോൺഗ്രസ്സുകാർക്ക് വേണോ ഇനിയും ഇത്? ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഇവിടെ വളരെ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരുണ്ടെങ്കിൽ എനിക്കവരുടെ അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ VS-ന്റെ പാത പിന്തുടരണം. എന്താ VS-ന്റെ പാത? കഴിഞ്ഞ ദിവസം VS-ന്റെ വാർഡിൽ വോട്ടെടുപ്പ് നടന്നല്ലോ. VS അച്യുതാനന്ദൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള VS അച്യുതാനന്ദൻ ഇത്തവണ വോട്ട് ചെയ്തിട്ടില്ല. എന്താ വോട്ട് ചെയ്യാത്ത? പ്രായമായതുകൊണ്ടാണ് അല്ല സുഹൃത്തുക്കളെ. VS അച്യുതാനന്ദൻ വോട്ട് ചെയ്യാത്ത മറ്റൊന്നുമല്ല, VS അച്യുതാനന്ദന്റെ വാർഡിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നമില്ല. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചോദിക്കാനുള്ള ധൈര്യം നഷ്ടപ്പെട്ട അവിടുത്തെ സ്ഥാനാർത്ഥി അത് ഉപേക്ഷിച്ച് മറ്റ് സ്വതന്ത്ര ചിഹ്നത്തിലേക്ക് പോയപ്പോൾ VS-ന് മനം മടുത്തു. ഈ അവസാന കാലഘട്ടത്തിൽ എന്തിനാണ് ഈ അരിവാൾ ചുറ്റിക നക്ഷത്രം വിട്ടിട്ട് വോട്ട് ചെയ്യുന്നത് വിചാരിച്ചിട്ടാണ്. അതുപോലെ ഇവിടെ എന്തുകൊണ്ടാണ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചോദിക്കാൻ ധൈര്യപ്പെടാത്തത്? പലരും ഇന്ന് അരിവാൾ ചുറ്റിക നക്ഷത്രം കണ്ട വോട്ട് ചെയ്യില്ല. പിന്നെ ആരെ കണ്ട വോട്ട് ചെയ്യുന്നത്? നിങ്ങൾ CPM-ന്റെ പോസ്റ്റർ ശ്രദ്ധിച്ചോ? അവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയ ഇവിടെ ശംഖ്, റോസപ്പൂ, ഇങ്ങനെയൊക്കെയാ. ഒരു ചിഹ്നമില്ലാത്തൊരു പാർട്ടി. ഏതായാലും CPM-ന്റെ ചിഹ്നം ഇതോടെ കൂടിയിട്ട് അധോഗതിയാവും. അവസാനത്തെ തെരഞ്ഞെടുപ്പാണ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഇവിടെ മത്സരിക്കുന്നത്. ഒരു സംശയം വേണ്ട. ഈ ചിഹ്നം
ഇല്ലാതെ മത്സരിക്കേണ്ട ഒരു ഗതികേട് വന്നു. കോൺഗ്രസിന്റെ കൂടെ, ലീഗിന്റെ കൂടെ, മാർക്സിസ്റ്റ് പാർട്ടി കൂടിയപ്പോ സ്വന്തം പാർട്ടി ചിഹ്നം ഉപേക്ഷിക്കേണ്ടി വന്നു. ഇത് നല്ല സൂചനയൊന്നും അല്ല. VS അച്യുതാനന്ദന് അവിടെ സ്വതന്ത്ര ചിഹ്നം വോട്ടിടാൻ കഴിയില്ല. അതുകൊണ്ട് VS അച്യുതാനന്ദന്റെ പാത പിന്തുടരണമെന്ന് പറഞ്ഞു. ഈ അരിവാൾ ചുറ്റിക നക്ഷത്രമില്ലാത്ത കമ്മ്യൂണിസ്റ്റ്, ആത്മാഭിമാനമുള്ള കമ്മ്യൂണിസ്റ്റുകാരനെന്ന് അഭിമാനത്തോടെ കൂടി പറയുന്നവന് മറ്റു ചിഹ്നത്തിലോട്ട് ചെയ്യാൻ സാധിക്കുമോ? നിങ്ങളുടെ CPM-ന്റെ പോസ്റ്ററിൽ ഏതെങ്കിലും നേതാക്കന്മാരുടെ കഴിഞ്ഞ നിയമസഭയിൽ, അതിനു മുമ്പത്തെ നിയമസഭയിൽ, കഴിഞ്ഞ പഞ്ചായത്തിലൊക്കെ VS ഉണ്ടായിരുന്നു. അതിനു മുമ്പത്തെ VS മാത്രം, പിന്നീട് VS-ഉം പിണറായിയും, ഇത്തവണ VS-ഉം ഇല്ല, പിണറായിയും ഇല്ല. VS-ന്റെ പടം വെക്കാൻ പാടില്ല, പാർട്ടി നിർദ്ദേശം. VS അച്യുതാനന്ദന്റെ പടം വെച്ചിട്ട് വോട്ട് ചോദിക്കാൻ പാടില്ല. പിന്നെയോ പിണറായിയുടെ വെക്കാം. ബുദ്ധിയുള്ള ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി, പാർട്ടി സഖാവ്, ഏതെങ്കിലും അവശേഷിക്കുന്ന ബുദ്ധിയുള്ളവൻ പിണറായി വിജയന്റെ പോസ്റ്റർ അടിച്ച് ഇവിടെ ഒട്ടിച്ചാൽ വോട്ട് കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം ഈ സ്ഥാനാർത്ഥികൾക്കുണ്ടോ, പാർട്ടിക്കുണ്ടോ? പിണറായി വിജയന്റെ മുഖം കണ്ട വോട്ട് കിട്ടില്ല, അരിവാൾ ചുറ്റിക നക്ഷത്രം കണ്ട വോട്ട് കിട്ടില്ല. അപ്പൊ പിന്നെ ശംഖും പൂവൊക്കെ വേണം. അത് എന്നത്തെ പൂ വേണം? ജനം ഇന്ന് BJP-യുടെ താമര അടയാളത്തെ സ്വീകരിച്ചിരിക്കുകയാണ്. ഞാൻ നീട്ടുന്നില്ല. കാസർഗോഡ് ജില്ലയിൽ CPM-നേക്കാൾ കൂടുതൽ, കോൺഗ്രസിനേക്കാൾ കൂടുതൽ, ലീഗിനേക്കാൾ കൂടുതൽ, LDF-നേക്കാൾ കൂടുതൽ, UDF-നേക്കാൾ കൂടുതൽ സ്വന്തം ചിഹ്നത്തിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ നിന്നിട്ടുണ്ട്, താമര ചിഹ്നത്തിൽ നിന്നിട്ടുണ്ട്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിൽക്കാൻ ധൈര്യമില്ല. ഞങ്ങൾക്ക് ധൈര്യമുണ്ട്. ഞങ്ങൾക്ക് ഒരാൾ പ്രപ്പോസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ താമര ചിഹ്നത്തിൽ നിർത്തിയിട്ടുണ്ട്. ഒരു ധൈര്യക്കുറവില്ല. നിങ്ങളെന്ത് നിർത്താത്തെ? നിങ്ങൾക്ക് നിർത്താനുള്ള ധൈര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടി ചിഹ്നത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് തന്നെയാണ് ജനങ്ങൾ ഇത്തവണ ഉറപ്പിച്ച് പറയുന്നത്. ഈ ചിഹ്നം ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള NDA ജയിപ്പിക്കാൻ വേണ്ടി ജനം തീരുമാനിച്ചിട്ടുണ്ട്. പഴയതുപോലെ കോമാലി സഖ്യം ഇവിടെ വില പോകില്ല. ഇവിടുത്തെ വികസനത്തിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിൽ, അതുപോലെ തന്നെ NDA-യുടെ ചിഹ്നത്തിലോട്ട് ചെയ്യാൻ ജനം തീരുമാനിച്ചിരിക്കുകയാണ്. ഈ കോമാലി സഖ്യം കൊണ്ട് കാരക്കയിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഇനിയും കോമാലി സഖ്യങ്ങൾ വരും. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം കച്ചവടം ഉറപ്പിച്ച് നിങ്ങളുടെ അടുത്തേക്ക് സമീപിക്കും. പ്രിയമുള്ളവരെ, കരുതിയിരിക്കുക. ഈ നാണംകെട്ട അപവിത്രമായിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെ തകർത്തെറിഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള വികസനത്തിന്, രാഷ്ട്രീയത്തിന്റെ ചിഹ്നമായിട്ടുള്ള NDA-യുടെ ചിഹ്നത്തിന് വോട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഓരോ സ്ഥാനാർത്ഥിയെ നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ജില്ലാ പഞ്ചായത്ത് കാറടക്കയിൽ 2 ഡിവിഷൻ വരുന്നു. ഒന്ന് ദേലമ്പാടി, ശ്രീ സുധാമ ഗോസാടെ മത്സരിക്കുകയാണ്. മറ്റൊന്ന് എടനീര്, ശ്രീമതി ശൈലജ ഭട്ട് മത്സരിക്കുകയാണ്. ഇവിടെ ഈ പഞ്ചായത്ത് അധികാരത്തിൽ വരണം. തൊട്ടടുത്ത പഞ്ചായത്തുകൾ BJP-യും NDA-യും അധികാരത്തിൽ വരേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ വോട്ടും NDA സ്ഥാനാർത്ഥികൾക്ക് രേഖപ്പെടുത്തി നിങ്ങൾ ഇവരെയൊക്കെ വിജയിപ്പിക്കണം, ഇവിടുത്തെ വികസനത്തിന് വേണ്ടി വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ആകാംക്ഷയോട് കാത്തിരുന്ന നമ്മുടെ ആരാധ്യനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ശാലീകരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വസന്തൻ അവരെ ക്ഷണിക്കുന്നു. ബോലോ ഭാരത് മാതാ കി ജയ്, ജയ് സുരേന്ദ്രൻ ജി. അതുപോലെ തന്നെ പാർട്ടിയുടെ സമരാധ്യനായിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് ജി, അദ്ദേഹത്തിന് ശാലീകരിക്കുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണ ഭട്ട് അവരെ ക്ഷണിക്കുന്നു. സംസാരിക്കുന്നതിന് വേണ്ടി K. സുരേന്ദ്രനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ K. വസന്ത അവർ, ജില്ലാ BJP-യുടെ അധ്യക്ഷൻ ശ്രീ ശ്രീകാന്ത്, പാർട്ടിയുടെ നാഷണൽ കൗൺസിൽ മെമ്പർ, ദേലമ്പാടി പഞ്ചായത്തിലെ പാർട്ടി സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ശ്രീമതി പ്രമീള സി നായിക്, പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ശ്രീ സുധാമ ഗോസാഡ, മുതിർന്ന നേതാവും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ശ്രീ P. രമേശ്,
ശ്രീമാൻ ശിവകൃഷ്ണ ഭട്ട്, ശ്രീ എൻ സതീഷ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് സർവാദരണീയരായിട്ടുള്ള നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അമ്മമാരെ, ഗുരുജനങ്ങളെ, നല്ലവരായ വോട്ടർമാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീ പി ആർ സുനിലും ശ്രീകാന്തും എല്ലാം ഇവിടെ വിശദമായി സംസാരിച്ചു. അതുകൊണ്ട് ഒരു ദീർഘമായ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഒരു സാധാരണ ലോക്കൽ ബോഡി ഇലക്ഷന്റെ പ്രാധാന്യമല്ല. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തിലെ ജനങ്ങൾ ലോകത്തിനു മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നവരായിരുന്നു. നമ്മൾ കേരളീയരെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. അവിടെയെല്ലാം കേരളത്തിലെ ജനങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേരളത്തിലെ ജനങ്ങളുണ്ട്. കേരളീയർ നല്ല മനുഷ്യരാണ്, അവർ ദൈവത്തിന്റെ സ്വന്തം നാട്ടുകാരാണ് എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് ലോകം മുഴുവനുള്ള കേരളീയർക്ക് ഒരു കേരളീയനാണ് എന്ന് പറയാൻ അഭിമാനമില്ലാതായിരിക്കും. നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. കേരളത്തിലെ ഭരണകൂടങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളുടെ ഫലമായി ഒരു കേരളീയനാണെന്നുള്ള അഭിമാനം നമുക്ക് അവിടെ നഷ്ടമായി. ദൈവത്തിന്റെ സ്വന്തം നാട് കള്ളക്കടത്തുകാരുടെ നാടാക്കി ഗവൺമെന്റുകൾ മാറ്റി. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. സ്വർണ്ണക്കള്ളക്കടത്തുകാര്, മയക്കുമരുന്ന് കടത്തുന്നവര്, രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവര്, അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദിക്കുന്നവര്, ഹവാല ഇടപാടുകൾ നടത്തുന്നവര്, റിവേഴ്സ് ഹവാല ഇടപാടുകൾ നടത്തുന്നവര്, കള്ളപ്പണ ഇടപാടുകാര്, ഇവരൊക്കെയാണ് നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളെ നയിക്കുന്നത്. കള്ളന്മാരെയും കള്ളക്കടത്തുകാരെയും പിടിക്കേണ്ട പോലീസ്, സർക്കാർ കള്ളക്കടത്തിന് നേതൃത്വം നൽകുക. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം നൽകിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് കള്ളക്കടത്തുകാര്, അവരാണ് നിയന്ത്രിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, കേരള മന്ത്രിസഭയിലെ അംഗങ്ങൾ, ഏറ്റവും ഒടുവിൽ നമ്മുടെ നിയമസഭയുടെ സ്പീക്കർ. എന്തുമാത്രം പരിശുദ്ധമായ ഒരു സ്ഥാനമാണത്, പവിത്രമായ ഒരു സ്ഥാനമാണ് സ്പീക്കർ. സ്പീക്കർ അടക്കം കള്ളക്കടത്തുകാരെ സഹായിക്കാൻ. ശിവശങ്കരനെ പിടിച്ചപ്പോൾ ഇവർ പറഞ്ഞു IAS കാരനാണ്, അതുകൊണ്ട് പിണറായി വിജയൻ അതിൽ യാതൊരു പങ്കുമില്ല. പക്ഷെ ഇപ്പൊ രവീന്ദ്രനെ പിടിക്കാൻ പോകുന്നു. രവീന്ദ്രൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി. രവീന്ദ്രൻ എല്ലാ ദിവസവും ആശുപത്രി, ഇപ്പൊ വീണ്ടും ED ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ ആശുപത്രി പോയിരിക്കും. രവീന്ദ്രനെ കാർഡിയോളജി പരിശോധിച്ചു, ഒരു സൂക്കണമില്ല. രവീന്ദ്രനെ നെഫ്രോളജി പരിശോധിച്ചു, ഒരു സൂക്കണമില്ല. ഓപ്താൽമോളജി പരിശോധിച്ചു, ഒരു സൂക്കണമില്ല. എല്ലാ ടെസ്റ്റും ചെയ്തു. ECG എടുത്തു, CT സ്കാൻ എടുത്തു, MRI സ്കാൻ എടുത്തു, EEG എടുത്തു, എക്കോ ടെസ്റ്റ് നടത്തി, എല്ലാ പരിശോധനയും നടത്തി. രവീന്ദ്രൻ ഒരു സൂക്കണമില്ല. ഇനിയിപ്പോ ഒരു പരിശോധനയും കൂടിയേ ബാക്കിയുള്ളൂ. ഗൈനക്കോളജി വിഭാഗം കൂടി അയാളെ പരിശോധിക്കണമെന്ന്. എന്താ ഈ രവീന്ദ്രന്റെ സൂക്കേട്? ഇനി മാർസിക്കാർ പറയും അയാൾക്ക് ഗർഭമാണെങ്കിൽ അയാൾ 10 മാസം കഴിഞ്ഞിട്ട് EDക്ക് ചോദ്യം ചെയ്യാൻ കഴിയും. അതാണ് CPM-മാരുടെ സ്ഥിതി. കള്ളന്മാരെ പിടിക്കാൻ പോലീസ് വരുമ്പോ ആശുപത്രിയിൽ അഭയം തേടുകയാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി. സ്പീക്കർ പറയുന്നു കള്ളക്കടത്തിന് സഹായകരമായ നിലപാട് സ്പീക്കർ സ്വീകരിക്കുന്നു. മന്ത്രിമാരെല്ലാവരും കള്ളക്കടത്തുകാരെ സഹായിക്കും. എന്തൊരു ഗവൺമെന്റാണ്! നേരം വെളുക്കുന്നവരെ കക്കുകയല്ലേ, രാവിലെ മുതൽ രാത്രി വരെ 4.25 കൊല്ലവും കക്കല്. എങ്ങനെയുണ്ട് കക്കൽ? നമ്മൾ ഒരുപാട് കള്ളന്മാരെ കണ്ടു. വീരപ്പനൊക്കെ വലിയ കള്ളനായിരുന്നു. പക്ഷെ വീരപ്പനൊക്കെ ഒരു മനസാക്ഷി ഉണ്ടായിരുന്നു.
വീരപ്പൻ കക്കുന്നതിൽ ഒരു ഭാഗം ആദിവാസികൾ കൊടുക്കുമായിരുന്നു. നമ്മൾ കായംകുളം കൊച്ചുണ്ണി എന്ന് കേട്ടിട്ടില്ല? കായംകുളം കൊച്ചുണ്ണി നല്ല കള്ളനായിരുന്നു. കക്കുന്നത് പണക്കാരോട് കട്ടിട്ട് പാവങ്ങൾ കൊടുക്കുക. എന്നാൽ ഈ പിണറായി വിജയനും തസ്കര സംഘവും പാവങ്ങളുടെ പിച്ചച്ചട്ടിയിലല്ല കൈയിട്ട് വാരി പണക്കാരാവുന്നു. പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള ലൈഫ് മിഷൻ പദ്ധതി ഇവര് വീട് വെച്ചു കൊടുക്കാത്തതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി കൈനീട്ടി വാങ്ങിക്കൊണ്ടുവന്ന പണം 20 കോടിയിൽ 10 കോടിയും അടിച്ചു മാറ്റി. എന്തൊരു അഴിമതിയാണ് ഇവിടെ നടക്കുന്നത്, എന്ത് കൊള്ളയാണ് ഇവിടെ നടക്കുന്നത്. ഈ ഇടതും വലതും ചേർന്ന് നമ്മുടെ നാടിനെ എങ്ങോട്ടാണ് നയിക്കുന്നത്? മുഖ്യമന്ത്രി എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തി പറയൂ, സ്വപ്ന പദ്ധതികൾ ഞാൻ നടപ്പാക്കുന്നു. നമ്മൾ വിചാരിച്ചു മോദിയെ പോലെ വല്ല ഡ്രീം പ്രോജക്ട്സ് ആയിരിക്കും. പിന്നെയല്ലേ മനസ്സിലായത് ഇയാളുടെ സ്വപ്ന പദ്ധതി എന്ന് പറഞ്ഞാൽ സ്വപ്നം എഴുതി കൊടുക്കുന്ന പദ്ധതിയാണ് ഈ പിണറായി വിജയൻ ഇവിടെ നടപ്പാക്കുന്നതെന്ന്. മന്ത്രിമാരെല്ലാം സ്വപ്ന പദ്ധതി നടപ്പാക്കുന്നു. 5 കൊല്ലം മുമ്പ് സരിതയുടെ പദ്ധതികളായിരുന്നു അല്ലെ, സോളാർ പദ്ധതികളായിരുന്നു, നല്ല സരിതായമായ മാനമായിരുന്നു. ഇപ്പൊ സ്വപ്ന പദ്ധതികൾ. എന്താണ് കേരളത്തിൽ നടക്കുന്നത്? പാവപ്പെട്ടവന് വേണ്ടി എന്താ ചെയ്യുന്നത്? വലിയ അഴിമതിയാണ് എല്ലാത്തിലും നടക്കുന്നത്. എല്ലാം പണമുണ്ടാക്കാനുള്ള ഉപാധിയാണ്. നമ്മുടെ രാഷ്ട്രീയ സംവിധാനമാകെ ദുഷിച്ചിരിക്കുന്നു. ഇവിടെ എന്താ നടക്കുന്നത്? 5 കൊല്ലം ഞാൻ ഭരിക്കാം, ഞാൻ ഇഷ്ടം പോലെ കക്കും, നീ മിണ്ടാതിരിക്കണം. അടുത്ത 5 കൊല്ലം നീ ഭരിച്ചോ, നീ ഇഷ്ടം പോലെ കട്ടോ, ഞാൻ മിണ്ടാതിരിക്കാം. വല്ല കേസും വന്നാൽ നമുക്ക് സബൂറാക്കാം. ഇതല്ലേ നാട്ടുകാരെ കഴിഞ്ഞ 60 കൊല്ലമായി കേരളത്തിൽ നടക്കുന്നത്? മാറിയും മറിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും അഴിമതി. ഇനി എവിടെയെങ്കിലും BJP ആണ് വരുന്നതെങ്കിൽ അവർ രണ്ടും ഒത്തുകളിക്കും അല്ലേ? കാറെടുക്കയിൽ അതല്ലേ കണ്ടത്? എന്തിനു വേണ്ടിയാ കൂട്ടുകൂടിയത്? കക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ കൂടിയത്? കക്കാനല്ലായിരുന്നെങ്കിൽ 5 കൊല്ലം പുറത്തിരിക്കാമായിരുന്നില്ലേ? കക്കാൻ വേണ്ടിയല്ലേ കൂടിയത്? ഇതാണ് കേരളം മുഴുവൻ നടക്കുന്നത്. അഴിമതി, സ്വജനപക്ഷപാതം, സർവത്ര ജനങ്ങളെ വഞ്ചിക്കുന്ന നടപടിയാണ് LDFും UDFും. അതിനെതിരായി ശക്തമായ ജനവികാരമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പ് LDFിന് പകരം UDF, UDFിന് പകരം LDF എന്നുള്ള രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ പോവുകയാണ് കേരളത്തിലെ ജനങ്ങൾ. രാജ്യമാസകലം ആഞ്ഞടിക്കുന്ന നരേന്ദ്രമോദി തരംഗം ഒരു കൊടുങ്കാറ്റിന്റെ കരുത്തോടെ ഇത്തവണ കേരളത്തിലും ആഞ്ഞടിക്കും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ഭാരതീയ ജനതാ പാർട്ടി, ദേശീയ ജനാധിപത്യ സഖ്യമാണ് ജനങ്ങൾക്കുള്ള ഏക പ്രതീക്ഷ. എന്താ കാരണം? അഴിമതിയില്ലാത്ത സൽഭരണം, നരേന്ദ്രമോദിയുടെ മാതൃക. കഴിഞ്ഞ 6 വർഷമായി രാജ്യത്ത് ഒരു നയാ പൈസയുടെ അഴിമതിയില്ല. ഒരു മന്ത്രിയും പുറത്തു പോയിട്ടില്ല, ഒരു ആരോപണവും ഉണ്ടായിട്ടില്ല. പാർലമെന്റിനകത്തുമില്ല, പുറത്തുമില്ല. പിന്നെ കുറെ തട്ടിപ്പ് സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ കർഷക സമരം നടക്കുന്നു. എന്തിനാ കർഷക സമരം? ഈ മുള്ളേരിയയിൽ ധാരാളം കൃഷിക്കാരുണ്ടല്ലോ. പുതിയ കർഷക നയം കൊണ്ട് എന്താണ് കൃഷിക്കാർക്ക് ദോഷം? APMC എന്ന് പറയുന്നത് കേരളത്തിലില്ല. മണ്ഡി സംവിധാനം ഇവിടെ ഇല്ല. ഇവിടെ കർഷകൻ അടക്കയോ അല്ലെങ്കിൽ കുരുമുളകോ കാപ്പിയോ അതല്ലെങ്കിൽ കൈതച്ചക്കയോ ഏലമോ ഏത് കൃഷി ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നിടത്ത് വിൽക്കാം, ഇഷ്ടമുള്ള സ്ഥലത്ത് വിൽക്കാം. നിങ്ങൾക്ക് ഏലം ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും ഇവിടെ ഇടനിലക്കാരില്ലാതെ വിൽക്കാം. എന്താ വടക്കേ ഇന്ത്യയിലെ സ്ഥിതി? കർഷകരുടെ ഉൽപ്പന്നങ്ങൾ APMCകളിലൂടെ വിൽക്കാൻ പാടുള്ളൂ, മണ്ഡി സംവിധാനത്തിലെ വിൽക്കാൻ പാടുള്ളൂ. കമ്മീഷൻ ഏജന്റുമാർ 1 കിലോ അടക്ക വിൽക്കുമ്പോൾ നിങ്ങൾക്ക് 200 രൂപ കിട്ടുമെങ്കിൽ നിങ്ങൾ 25 രൂപ കമ്മീഷൻ ഏജന്റുമാർ കൊടുക്കണം. ഇതിനാണോ നിങ്ങൾ സമരം ചെയ്യുന്നത്? ഒരു കാര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ആളുകള് ആ കാര്യം ഇവിടെ നടപ്പാക്കണ്ടേ? എന്നാ പിന്നെ കേരളം ഓപ്പൺ മാർക്കറ്റ് വഴി എല്ലാവർക്കും വേണ്ടിയാണ് മോദി പ്രവർത്തിക്കുന്നത്. മോദിയുടെ പദ്ധതികളെല്ലാം അങ്ങനെയാണ്. ജൻധൻ യോജന നടപ്പാക്കിയപ്പോ കമ്മ്യൂണിസ്റ്റുകാരും ലീഗുകാരും പറഞ്ഞു, എന്തിനാണ് ബാങ്ക് അക്കൗണ്ട്? പാവങ്ങൾക്ക് എന്തിനാ ബാങ്ക് അക്കൗണ്ട്? വലിയ വലിയ പണക്കാർക്ക് മാത്രം മതിയല്ലോ. പാവങ്ങളെല്ലാം ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. കൊറോണ കാലം വന്നപ്പോ എല്ലാ അമ്മമാർക്കും 500 രൂപ കൊടുത്തു.
ഇപ്പോ അന്ന് ജൻധൻ യോജനയെ കുറ്റം പറഞ്ഞവർ ഇപ്പൊ ഓടി വരിക, അല്ല നമുക്കൊരു ജൻധൻ യോജന വേണമല്ലോ. കിസാൻ സമ്മാൻ നിധിക്ക് അപേക്ഷിക്കണമെന്ന് BJP പറഞ്ഞപ്പോ ലീഗുകാരും പറഞ്ഞു, CPM-മാരും പറഞ്ഞു അതിലെടുക്കരുത്, നിങ്ങൾ ആധാരം പോവും. മോദി നിങ്ങളുടെ ഡോക്യുമെന്റ്, പട്ടയം, ആധാരം അത് കണ്ടുപിടിക്കാനുള്ള വിദ്യയാണ്. 3 മാസം കൂടുമ്പോ 2000 കിട്ടുമ്പോ ലീഗുകാരും CPM-മാരും കോൺഗ്രസ്സുകാരും ഞങ്ങൾക്കും വേണം. ആദ്യം വാങ്ങുന്നത് ഓര്. 5 കിലോ അരി സൗജന്യം, ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യം, മരുന്ന് സൗജന്യം, തൊഴിലുറപ്പ് പദ്ധതിയുടെ ശമ്പളം കൂട്ടി, ആശാ വർക്കർമാരുടെ ശമ്പളം കൂട്ടി, അംഗൻവാടി ടീച്ചർമാരുടെ ശമ്പളം കൂട്ടി, ആദ്യ പ്രസവത്തിന് 5000, പ്രസവാവധി 6 മാസം, സൗജന്യ വൈദ്യുതി, സൗജന്യ ശൗചാലയങ്ങൾ, PMAY എല്ലാം നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതികളാണ്. ജൻ ഔഷധികളിൽ മരുന്നിന് 100 രൂപയുടെ മരുന്നിന് 10 രൂപ. ഇതെല്ലാം നല്ല കാര്യങ്ങൾ മോദി ചെയ്യുന്നു. ഇവിടെ എന്താ കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്നത്? പാവങ്ങൾക്ക് വേണ്ടി മാറിയും മറിഞ്ഞും ഭരിക്കുന്നവര് കട്ടുമുടിക്കുകയല്ലേ, പാലാരിവട്ടം കട്ടു, പാവങ്ങളെ വഞ്ചിക്കുകയല്ലേ. എല്ലാ കോൺഗ്രസിന്റെ, LDF-ന്റെ, UDF-ന്റെ നേതാക്കളും ജയിലിലേക്ക് പോകാൻ നിൽക്കുക. ശിവശങ്കരൻ ജയിലിലായി, രവീന്ദ്രനാവാൻ പോണു, ശ്രീരാമനാവാൻ പോണു, കൃഷ്ണനാവാൻ പോണു, ജയരാജൻ പോവാൻ നിൽക്കുന്നു, എല്ലാം നിൽക്കുക. ഇപ്പുറത്തെ എന്താ ലീഗുകാരൻ 2 കിടക്കുന്നു, ഇനി കിടക്കാൻ നിൽക്കും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UDF-ന്റെയും LDF-ന്റെയും ലേസൺ കമ്മിറ്റി യോഗം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കൂടേണ്ട ഗതികേടിലാണ് കേരളത്തിലെ 2 മുന്നണികളും. സർവത്ര അഴിമതിയാണ്. ഈ അഴിമതിക്കാരെ തുടച്ചു നീക്കണം. വികസനം വേണം നമ്മുടെ നാട്ടിൽ. പാവങ്ങളെ സഹായിക്കുന്നവർ വേണം അധികാരത്തിൽ വരാൻ. ജാതിയോ മതമോ ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ പ്രശ്നമല്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും ജാതിയും മതവും പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് പിടിക്കുന്നു. ആദ്യം പറഞ്ഞു പള്ളിപൊളിയന്മാരുടെ പാർട്ടിയാണ്, പിന്നെ പറഞ്ഞു പോത്തിറച്ചി കഴിക്കാൻ പറ്റൂല, പിന്നെ പറഞ്ഞു കലണ്ടറിൽ വെള്ളിയാഴ്ച ഉണ്ടാവൂല. എന്താ വെള്ളിയാഴ്ച ഉണ്ടാവാത്തത്? വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന ദിവസമാണ്. മോദി വെള്ളിയാഴ്ച എടുത്തു കളയുന്നു. എന്തെല്ലാം പ്രചരണം ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്കിടയിൽ നടത്തി. പൗരത്വം കളയുന്നു. നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും. എത്ര ആള് പോയി? ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും മുസ്ലിങ്ങൾ പോയോ? ഭക്ഷണ സ്വാതന്ത്ര്യം പോയോ? ആരാധനാ സ്വാതന്ത്ര്യം പോയോ? വെള്ളിയാഴ്ച എടുത്തു കളഞ്ഞോ? പോത്തിനെ കഴിക്കാൻ പറ്റുന്നില്ലേ? എല്ലാ കള്ളപ്രചരണവും കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്നു, ലീഗുകാർ ഏറ്റെടുക്കുന്നു. എന്തിന്? ജനങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരം പിടിക്കാൻ. അധികാരം പിടിച്ചിട്ട് എന്താ? ഇഷ്ടം പോലെ കക്കാം, നേരം വെളുക്കുന്നവരെ കക്കാം. ഇതല്ലേ ഇവിടെ നടക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇതിനെതിരെയാണ് കേരളം ചിന്തിക്കുന്നത്. രാജ്യമാസകലം ജനങ്ങൾ നരേന്ദ്രമോദിയുടെ കൂടെ. ഇവിടെ മോദിയുമായിട്ട് ശക്തി ഞങ്ങൾ തൊടിവെക്കില്ല. ആ രാഷ്ട്രീയം അവസാനിക്കുകയാണ് കേരളത്തിൽ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനുള്ള ഏറ്റവും നല്ല അവസരമാണ്. വികസനമാണ് ഞങ്ങളുടെ അജണ്ട. അവിടെ ജാതിയില്ല, മതമില്ല, വർഗീയതയില്ല. പാവങ്ങളെ സഹായിക്കാനുള്ള പദ്ധതികൾ, പാവങ്ങൾക്ക് കിട്ടാൻ ആവശ്യമായ നടപടികൾ. പ്രിയപ്പെട്ടവരെ, ഇതിനു വേണ്ടിയാണ് NDA വോട്ട് ചോദിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റിന്റെ കുറവുണ്ടായപ്പോ ഇവരെല്ലാം യോജിച്ചു. അതുകൊണ്ട് ഇത്തവണ ജനങ്ങൾ മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷം നൽകി BJP-യെ വിജയിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നു എല്ലാവരും. കാരണം അതിനു മുമ്പുള്ള ഭരണവും അതിനുശേഷമുള്ള ഭരണവും താരതമ്യം ചെയ്യാൻ ഭാഗ്യത്തിന് ജനങ്ങൾക്ക് അവസരം ലഭിച്ചു. ലീഗും കോൺഗ്രസും CPM-ഉം ചേർന്നപ്പോൾ എന്തുണ്ടായി എന്നും BJP ഒറ്റക്ക് ഭരിച്ചപ്പോൾ എന്തുണ്ടായി എന്നും ജനങ്ങൾക്ക് നന്നായി മനസ്സിലായി. അതുകൊണ്ട് ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി കാറടക്കയിൽ നിങ്ങളെ വിജയിപ്പിക്കണം. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം.